500 ന്യൂട്ടൺ എടുക്കുക. 500 ന്യൂട്ടൺ ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ 500 ന്യൂട്ടണിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 500 തന്നെ എഴുതിയ ജി ചേർക്കണ്ട, മുകളിലോട്ട് ടെൻഷൻ. അപ്പോൾ നമ്മൾ നെറ്റ് ഫോഴ്സ് എഫ് ഈസികളുടെ എം എ ആണ്. അപ്പോൾ എഫിന്റെ വാല്യൂ എത്രയാണ്? 500 മൈനസ് ടി. അതാണ് നെറ്റ് ഫോഴ്സ് ഈസികളുടെ മാസ് ഇൻറ്റു ആക്സിലേഷൻ. സോ മാസ് ഇൻ കിലോഗ്രാമിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 500 ന്യൂട്ടൺ 500 ഡിവൈഡഡ് ബൈ ജി, അതാണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എ. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് എ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ ചരിഞ്ഞ ബ്ലോക്കാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത് ചരിഞ്ഞ ബ്ലോക്ക്. അപ്പൊ ഇതിൽ നോക്കാം, ഇത് താഴെ ഇങ്ങോട്ട് ആക്ട് ആകുമ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ട്? 2 ടി ഉണ്ട്. ശരിയല്ലേ? ഈ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 ടി ആക്ട് ആവുന്നുണ്ട്, ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്. അപ്പോൾ നമ്മൾ 2T എന്നാണ് ഇതിനെ എഴുതാറുള്ളത്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക? ഇതിന് നേരെ താഴോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 750 ന്യൂട്ടൺ താഴോട്ട് ആക്ട് ആവുന്നു. വിത്ത് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങോട്ട് 750, ഇവിടെ ആംഗിൾ 30 വരും. 750 cos 30 എന്നും ഈ സൈഡ് 750 sin 30. ഓക്കെ. അപ്പൊ ഇതിൽ വേറൊരു കാര്യമുണ്ട്, ഇതിന് ഫ്രിക്ഷന്റെ കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല. സോ നമുക്ക് ഫ്രിക്ഷന്റെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒന്നും ക്വസ്റ്റ്യൻ പറയാത്തതുകൊണ്ട് നമ്മൾ ഫ്രിക്ഷൻ എടുക്കുന്നില്ല. സോ നെറ്റ് ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നെറ്റ് എഫ് ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് എന്ത് വരും? 2T മൈനസ് 750 sin 30 ആയിരിക്കും. ഓക്കെ. സോ നമുക്കറിയാം എഫ് ഈസികളുടെ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ നമ്മൾ എഫിന്റെ വാല്യൂ എത്രയാണ്? 2T മൈനസ് 750 sin 30 ഇതാണ് ഈക്വൽ ടു മാസ് ഇൻ 750 കിലോഗ്രാം ആണ്. അപ്പോൾ 750 ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ആക്സലറേഷൻ ഓഫ് എക്ക് വരും ബി കൊടുക്കും. ഓക്കെ. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ 2 ടെൻഷൻ ഉണ്ട്, ഇവിടെ 1 ടി ആണ്, ഇവിടെ 2 ടി ആണ്. അപ്പോൾ എപ്പോഴാണോ 2 ടെൻഷൻ ഉള്ളത് അവിടെ ആക്സലേഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഹാഫ് ദ ആക്സലേഷൻ ഓഫ് എ ആയി. ഓക്കെ, ഇത് പഠിച്ചു വെച്ചേക്കുക. ആക്സലേഷൻ ഓഫ് ബി ഈസ് ഹാഫ് ദ ആക്സലേഷൻ ഓഫ് എ. ഇവിടെ 2T വരെയാണെങ്കിൽ ആക്സലേഷൻ ഷുഡ് ബി ഹാഫ് ആയിരിക്കും. രണ്ട് ടെൻഷനും കൂടി ഒരേപോലെ ഈക്വൽ ആയിട്ട് ആക്സലേഷൻ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതെടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്താണ് 2T മൈനസ് 750 sin 30. 2T മൈനസ് 750 sin 30 ഈസ് ഈക്വൽ ടു 750 ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ആക്സലേഷൻ ഓഫ് ബിക്ക് വരെ ആക്സലേഷൻ ഓഫ് എ എഴുതണമെങ്കിൽ ഹാഫ് ഇൻറ്റു ആക്സലേഷൻ ഓഫ് എ. ഇക്വേഷൻ നമ്പർ 2. ഇതിന്റെ റിസൾട്ടന്റ് എടുക്കത്തില്ലേ? പറഞ്ഞുതരാം. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2T മൈനസ് 750 sin 30 ഈസ് ഈക്വൽ ടു 750 ബൈ 2 എത്രയാണ്? 325 ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ആക്സലേഷൻ ഓഫ് എ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 ആണ് ഇത്, ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് നോക്കുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. അതായത് എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഇതിനെങ്ങനെ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 500 ഡിവൈഡഡ് ബൈ 500 മൈനസ് ടി ഡിവൈഡഡ് ബൈ 2T മൈനസ് 750 sin 30 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? 500 ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ആക്സലേഷൻ ഓഫ് എ ബൈ 750 ബൈ ജി, സോറി 750 ആണ് 325 ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ആക്സലേഷൻ ഓഫ് എ. ഈ ആക്സലേഷൻ എയും ക്യാൻസൽ ആയി. ഇത് അൺനോൺ ഏതാണ്? ടി ആണ്. അപ്പൊ അതിൽ നിന്ന് ടി കിട്ടും. ക്ലിയർ ആണ്? സാറേ, ഇപ്പൊ ഈ രണ്ടാമത്തെ മുകളിലത്തെ ബോഡി ചെയ്തപ്പോഴേ അതിന്റെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്നും കൂടെ പറയോ? ഫോഴ്സ് കാൽക്കുലേറ്റ്. ഓക്കെ.